ആധുനിക കാലത്ത് മനുഷ്യ സമൂഹം നേരിടുന്ന നിരവധി വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനം ആരോഗ്യ സംരക്ഷണവുമാണ്. സുഖ സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ആരോഗ്യ സംരക്ഷണത്തിനും നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ധാരാളം അറിവുണ്ടെങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ നാം പുറകോട്ടാണ്. അതിൻ്റെ ഫലമാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും ജീവിതശൈലീ രോഗങ്ങളും. ഇതിന് പ്രധാനമായി പറയപ്പെടുന്ന ഒരു കാരണം നമ്മുടെ ക്രമം തെറ്റിയ ആഹാര രീതികളും മാനസിക സമ്മർദ്ദവും തന്നെയാണ്. ഈ മാനസിക സമ്മർദ്ദം ലഘൂകരിച്ച് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ യോഗ പരിശീലിക്കാം. ഇന്നത്തെ യോഗ ക്ലാസ്സിൽ നാം ചെയ്യുന്നത് സൂക്ഷ്മ വ്യായാമങ്ങളാണ്. സന്ധികളുടെ ചലനക്കുറവ്, സന്ധിവേദന, കൈകാൽ മരവിപ്പ് എന്നിവയ്ക്ക് സൂക്ഷ്മ വ്യായാമങ്ങൾ വളരെ ഫലപ്രദമാണ്. യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിന് മുൻപ് സന്ധികൾക്ക് അയവ് ലഭിക്കുന്നതിന് സൂക്ഷ്മ വ്യായാമങ്ങൾ സഹായിക്കുന്നു. ചെറിയൊരു ധ്യാനത്തോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. കിടപ്പ് രോഗികൾക്കും തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് പരിശീലിക്കാവുന്നതാണ്. കസേരയിൽ ഇരിക്കുക, കൈകൾ മടിയിൽ തുറന്നു വയ്ക്കുക, കാലുകൾ തറയിൽ സ്പർശിച്ച് വയ്ക്കുക, നട്ടെല്ല് നിവർന്ന് കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കാം. നമ്മുടെ ശ്വാസത്തെ വീക്ഷിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ നാസാരന്ധ്രങ്ങളിലൂടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് അറിയുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിൽ നിന്നും ശ്വാസം പുറത്തേക്ക് പോകുന്നത് അറിയുക. വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഉദരത്തിലുണ്ടാകുന്ന ചലനങ്ങളെ നിരീക്ഷിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉദരത്തിലുണ്ടാകുന്ന ചലനങ്ങൾ നിരീക്ഷിക്കുക. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഉദരം വികസിക്കുന്നുണ്ട്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉദരം ഉള്ളിലേക്ക് വലിയുന്നുണ്ട്. വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ നാസാരന്ധ്രങ്ങളിലൂടെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിന് ചൂടാണോ തണുപ്പാണോ എന്നറിയുക. ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് ചൂടാണോ തണുപ്പാണോ എന്നറിയുക. ശ്വാസം എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മിലേക്ക് നിറയുന്നത് ഫീൽ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവ്സും പുറത്തേക്ക് പോകുന്നത് ഫീൽ ചെയ്യുക. മെല്ലെ നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാവട്ടെ. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓംകാര ശ്വാസം എടുക്കാം. ഇൻഹേൽ, ഇൻഹേൽ, ഒരു നിമിഷം ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് രണ്ട് കൈകളും നന്നായിട്ടൊന്ന് കൂട്ടി ഉരസാം. കയ്യിലെ ചൂട് കണ്ണുകളിലേക്ക് പകർന്ന് മെല്ലെ നമ്മുടെ കണ്ണുകൾ തുറക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. യോഗ പരിശീലിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യമായി ഈ ധ്യാനം എന്നും പരിശീലിക്കേണ്ടതാണ്. അതിനുശേഷമായിരിക്കണം നമ്മൾ യോഗ ചെയ്യാനായിട്ട് തുടങ്ങേണ്ടത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ യോഗ ചെയ്യുന്നതിന് മുമ്പായി ഈ ധ്യാനം എല്ലാവരും പരിശീലിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സൂക്ഷ്മ വ്യായാമങ്ങൾ പരിശീലിക്കുന്നതായിരിക്കും.